ഇന്ത്യയോട് കളിച്ച് പണി ഇരന്ന് വാങ്ങിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഒരു ഡെഡ് എക്കണോമി അഥവാ ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞതിനെ ഇന്ത്യയിൽ പിന്തുണച്ച ഒരേ ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. അതിനെ ലോകരാജ്യങ്ങൾ പോലും അത് അങ്ങനെയല്ല, ട്രംപിന് വട്ടാണ് എന്ന് പറഞ്ഞ ചരിത്രമാണ് ഉള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധി ഇതിനെ പിന്തുണച്ചതിന് ശേഷം ട്രംപിന് അനുകൂലമായി ഇവിടെ വോട്ട് ചോരിയൊക്കെ ആരോപിച്ച് ഇപ്പോൾ ഒരു ജാഥയൊക്കെ നടത്തുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇങ്ങനെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വിളിച്ചതിന് ശേഷം അമേരിക്കയിലെ വൻകിട കമ്പനികളെല്ലാം തന്നെ ട്രംപിന് വലിയ രീതിയിലുള്ള രോഷം ട്രംപിനെതിരെ പ്രകടിപ്പിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് പണി കിട്ടിയിരിക്കുന്നത് ഈ അമേരിക്കൻ കമ്പനികൾക്കാണ് എന്നുള്ളതാണ്. ഈ ട്രംപിൻ്റെ താരിഫ് കാരണവും മറ്റും 25% ഇറക്കുമതി തീരുവ നമുക്ക് പ്രഖ്യാപിച്ചു. അതിൻ്റെ ഇരട്ടിയായി 25% കൂടെ ചേർത്ത് 50% പിഴച്ചുങ്കവും ഇന്ത്യക്ക് ഇവർ ചുമത്തി തന്നു, അതായത് അമേരിക്ക ചുമത്തി തന്നു. ഈ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വിപണി അമേരിക്കയ്ക്ക് ഇന്ത്യ തുറന്നു കൊടുക്കാൻ തയ്യാറായില്ല. അതായത് പാൽ ഉൽപ്പന്ന വിപണി തുറന്നു തരണം. അതായത് ഇനി ഇന്ത്യയിലെ കർഷകരുടെ പാല് നമ്മൾ മേടിക്കാൻ പാടില്ല, അമേരിക്ക കൊണ്ടുതരുന്ന പാല് നമ്മൾ മേടിച്ച് കുടിച്ചുകൊള്ളണം. ഇതാണ് അമേരിക്കയുടെ നയം. അത് തുറന്നു തരാൻ പറ്റില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് ട്രംപിനും അമേരിക്കയ്ക്കും വലിയ ക്ഷീണമായി പോയി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചുങ്കമൊക്കെ അടിച്ചു തരുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ഇന്ത്യ ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുന്നത് ഇന്ത്യയെ തളർത്താൻ ശ്രമിച്ചാൽ പണി കിട്ടിയിരിക്കുന്നത് അമേരിക്കൻ കമ്പനികൾക്കാണ്. ഇന്ത്യയെ നികുതി രാജാവ് എന്ന് ട്രംപ് പലപ്പോഴും ആരോപിച്ചിട്ടുണ്ടെങ്കിലും ഡസൻ കണക്കിന് അമേരിക്കൻ കമ്പനികളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അവയിൽ മിക്കവയും തന്നെ വൻ വരുമാനവും ലാഭവും ഇന്ത്യയിൽ നിന്ന് കൊയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആമസോൺ, ആപ്പിൾ, ടെസ്ല, കൊക്കക്കോള, അഡോബി, അമേരിക്കൻ എക്സ്പ്രസ്, പെപ്സിക്കോ, ജില്ലറ്റ്, ഗൂഗിൾ, IBM, ഇന്റൽ, മക്ഡൊണാൾഡ്, മൈക്രോസോഫ്റ്റ്, KFC, മോർഗൻ സ്റ്റാൻലി എന്നിവ അവയിൽ ചില കമ്പനികൾ മാത്രമാണ്. ഈ തീരുവയെ ചൊല്ലി ഇന്ത്യയും US അകലുന്നത് ഈ കമ്പനികൾക്ക് വലിയ തിരിച്ചടി നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തു തന്നെയായിരുന്നാലും ഇന്ത്യ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് ട്രംപ് പറയുമ്പോഴും ഇന്ത്യ ജപ്പാനെ പിന്തള്ളി $4.19 ട്രില്യൺ മൂല്യവുമായി ഈ വർഷം ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി. ഇനി മുന്നിലുള്ളത് ജർമ്മനിയാണ്, അതിനു മുമ്പിലുള്ള ചൈനയും അതിനു മുമ്പിലുള്ള അമേരിക്കയും മാത്രമാണ്. 2030 ഇന്ത്യ $7.3 ട്രില്യൺ മൂല്യവുമായി ജർമ്മനിയെയും പിന്തള്ളി 3ാമതാകുമെന്നുള്ള വിലയിരുത്തലുണ്ട്. 14-15 ഇന്ത്യയുടെ GDP മൂല്യം 106.75 ട്രില്യൺ രൂപയായിരുന്നു. എന്നാൽ ഇന്നത് 331.03 ട്രില്യൺ രൂപയായി. ഇന്ത്യയിലുള്ള FDI 2 ദശാബ്ദത്തിനിടെ 20 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. പോരാത്തതിന് GDP വളർച്ചാ നിരക്ക് മെച്ചപ്പെടുകയും മേജർ സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ഇന്ത്യ തുടർച്ചയായി 1ാമതാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ, അതായത് ഇന്ത്യ വളരുന്നതാണ് യഥാർത്ഥത്തിൽ ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.